ISL-ൽ മുഹമ്മദൻസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. എതിരില്ലാത്ത 3 ഗോളിന് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ തോൽപ്പിച്ചു. ജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനിൽ, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എന്താണ് മത്സരത്തിലുടനീളം കാണാൻ കഴിഞ്ഞത്? നേരത്തെ ചില പ്രതിഷേധങ്ങളൊക്കെ കണ്ടു. ആരാധകരുടെ ആവേശം, വിശദാംശങ്ങൾ അനിൽ. ആരാധക പ്രതിഷേധം അങ്ങനെ ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ ഒരു പരിഹാരം എത്തിക്കൊണ്ടാണ് ഇപ്പോൾ എതിരില്ലാത്ത 3 ഗോളിന് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിരിക്കുന്നത്. ആരാധകരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ ആദ്യം പോകാം. എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല കളിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കളി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ തിരിച്ചടികളായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ. തോൽവി, വലിയ ആരാധക പ്രതിഷേധം, മാനേജ്മെന്റ്. അപ്പൊ എന്തായാലും അതിനൊക്കെ ഒരു ചെറിയൊരു പരിഹാരം. തീർച്ചയായിട്ടും നമ്മളെന്താണെന്ന് വെച്ചാൽ വളരെ ദൂരത്തു നിന്ന് വളരെ ആകാംക്ഷയോടെയാണ് ഇവിടെ വരുന്നത്. നമുക്കറിയാം പല വിധ ചെലവുകളും ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ കരുതിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അതിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതെന്താണ്, നമ്മൾ സങ്കടപ്പെടും. നേരെ മറിച്ച് ഇന്ന് തീർച്ചയായിട്ടും നമ്മൾ ആഹ്ലാദം. ഏതായാലും എതിരില്ലാത്ത 3 ഗോളിനാണ് റീജിത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ ജയമുണ്ടായിരുന്നത്. 62ാം മിനിറ്റിൽ ആദ്യം ഒരു സെൽഫ് ഗോളിന്റെ രൂപത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയത്. തൊട്ടു പിന്നാലെ നോവ സദോയ് വീണ്ടും ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടുന്നു കണ്ടു. സീസണിലെ നോവയുടെ 5ാം ഗോൾ. ഒടുവിൽ നോവ മാറിയെങ്കിലും പിന്നാലെ എത്തിയ കോയ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ജയം പൂർത്തിയാക്കി 90ാം മിനിറ്റിൽ 3ാം ഗോൾ നേടി. ജയത്തോടുകൂടി വീണ്ടും 10ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആരാധകർക്ക് എന്തായാലും വലിയൊരു ക്രിസ്മസ് സമ്മാനം കൂടിയായി. ഒരു അടിച്ചുപൊളിയാണ്. ഇത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു മൊമെന്റം നിലനിർത്തണം. പിന്നെ അങ്ങക്ക് കാര്യങ്ങൾ സന്തോഷം. ഇത്ര നാൾ ഞങ്ങൾ ഒരുപക്ഷെ ഹെസൂസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കളിയും തോറ്റില്ല. ഇപ്പോഴാണ് തിരിച്ചുവരവ്, അടിപൊളി തിരിച്ചുവരവാണ്. ഇനി ഈ മൊമെന്റം നിലനിർത്തണം. ഇനി തോക്കാൻ പാടില്ല. അതാണ് പല ആരാധകരും പറയുന്ന പോലെ ഒന്നാം തരം ഒരു ക്രിസ്മസ് സമ്മാനം എന്നാണ് പറയുന്നത്. ക്രിസ്മസിന് വേറൊരു സമ്മാനം വേണ്ടെന്ന് പോലും ഒരു കുട്ടി ആരാധകൻ പറയുന്ന കാഴ്ച കണ്ടു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച വിജയം. ഒരുപക്ഷെ ആദ്യ ഹാഫിൽ ധാരാളം പിഴവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ 2ാം ഹാഫിലേക്ക് വന്നപ്പോൾ ഏറ്റവും മികച്ച കളി. ഗോൾ അവസരങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. പലതും പോസ്റ്റ് തട്ടി തെറിച്ചുപോയി. എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ 5-0 ജയിക്കേണ്ട കളിയാണ്. 3-0 ഒതുങ്ങിയൽപ്പെങ്കിലും ഏറ്റവും ഒരു വിജയം തന്നെയാണ്. തകർപ്പൻ ജയം സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരിക്കുന്നു. എതിരില്ലാത്ത 3 ഗോളിന് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. അനിൽ വാസുദേവ് കലൂർ സ്റ്റേഡിയത്തിൽ നിന്നുള്ള വിവരങ്ങൾ. ആരാധകരുടെ ആവേശം, അതിന്റെ ദൃശ്യങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു.